ഏകകോശ ജീവികൾ മുതൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ജീവിവർഗ്ഗങ്ങൾ വരെ ഊർജ്ജത്തിൻ്റെ ഉപയോഗം കാരണമാണ് ജീവൻ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഊർജ്ജത്തെ വേർതിരിച്ചുകൊണ്ട് അവരുടെ ശരീരത്തിന് സപ്ലൈ ചെയ്യുന്ന ഘടകങ്ങൾ തീർച്ചയായും കോശങ്ങളിനകത്ത് ഉണ്ടായിരിക്കണം. കോശങ്ങൾക്കുള്ളിലുള്ള മൈറ്റോകോൺട്രിയ എന്ന അവയവമാണ് ഇത്തരത്തിൽ ഊർജ്ജ തന്മാത്രകളെ വേർതിരിച്ചുകൊണ്ട് കോശത്തിന് സപ്ലൈ ചെയ്യുന്നത്. ആ മൈറ്റോകോൺട്രിയയെ പറ്റിയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. സഹപാഠിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കോശങ്ങൾ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് വളരെ സിമ്പിളായിട്ടുള്ള പ്രോകാരിയോട്ടിക് സെല്ലുകളും രണ്ടാമത്തെ വിഭാഗം യൂകാരിയോട്ടിക് സെല്ലുകളുമാണ്. പ്രോകാരിയോട്ടിക് സെല്ലുകൾ എന്ന് പറഞ്ഞാൽ ആദിമ രൂപത്തിലുള്ള സെല്ലുകളാണ്. അതായത് ഭൂമിയിൽ ജീവൻ ഉണ്ടായ സമയം മുതലേ ഉണ്ടായിട്ടുള്ള ഒരു സിമ്പിൾ സെല്ലിനെയാണ് നമ്മൾ പ്രോകാരിയോട്ടിക് സെല്ല് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ന്യൂക്ലിയസ് അല്ലെങ്കിൽ കോശത്തിനുള്ളിൽ കാണുന്ന മറ്റ് ചില വസ്തുക്കൾ, കോശപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് ചില വസ്തുക്കളൊന്നും ഇതിനകത്ത് ഉണ്ടാകില്ല. ഒരു സഞ്ചിക്കുള്ളിൽ ജനറ്റിക് മെറ്റീരിയൽ നിക്ഷേപിച്ചിരിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രക്ചറിലുള്ള കോശങ്ങളെയാണ് നമ്മൾ പ്രോകാരിയോട്ടിക് സെല്ലുകൾ എന്ന് പറയുന്നത്. പിന്നീടാണ് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സെല്ലുകൾ ഉണ്ടായത്. ഈ കോശങ്ങളുടെ പ്രത്യേകത അവയ്ക്ക് ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു. കോശത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് കോശ അവയവങ്ങളും ഇവയ്ക്കുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സെല്ലുകളെ നമുക്ക് യൂകാരിയോട്ടിക് സെല്ലുകളെന്ന് വിളിക്കാൻ പറ്റും. പിന്നീടുണ്ടായ എല്ലാ ജീവിവർഗ്ഗങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ യൂകാരിയോട്ടിക് സെല്ലുകളാണ്. അത്തരത്തിൽ യൂകാരിയോട്ടിക് സെല്ലുകളിലാണ് നമുക്ക് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയമായിട്ടുള്ള വസ്തുവിനെ കാണാൻ സാധിക്കുന്നത്. ഒരു കോശത്തിന് ആവശ്യമായ ഊർജ്ജത്തെ ഉണ്ടാക്കുക എന്നുള്ളതാണ് മൈറ്റോകോൺട്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോശത്തിൻ്റെ പവർ ഹൗസ് എന്ന് പലപ്പോഴും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള പോഷകങ്ങളെ ബ്ലഡ് വഴി കോശങ്ങൾക്കുള്ളിലേക്ക് എത്തിക്കുന്നു. ഈ പോഷക തന്മാത്രകളെ ഓക്സിജനുമായിട്ട് ചേർത്തുകൊണ്ടാണ് ATP അഥവാ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഊർജ്ജ തന്മാത്രയായിട്ട്, ശരീരത്തിന് ആവശ്യമായ ഊർജ്ജ തന്മാത്രയായിട്ട് ഈ മൈറ്റോകോൺട്രിയ മാറ്റിയെടുക്കുന്നത്. ഒരു കോശത്തിൻ്റെ ഊർജ്ജ ഉപയോഗം അനുസരിച്ച് മൈറ്റോകോൺട്രിയയുടെ എണ്ണം കൂടുകയും കുറയുകയൊക്കെ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് മസിൽ സെല്ലുകൾ എടുക്കാം. ഇവയ്ക്ക് ഊർജ്ജ ഉപയോഗം വളരെയധികം കൂടുതലാണ്. അപ്പോൾ സെല്ലിനുള്ളിലും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടുന്ന മൈറ്റോകോൺട്രിയകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കണം. ആയിരക്കണക്കിന് മൈറ്റോകോൺട്രിയകളാണ് ഒരു മസിൽ സെല്ലിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഊർജ്ജ ഉപയോഗം കുറച്ച് വേണ്ട സെല്ലുകളിൽ നമുക്ക് മൈറ്റോകോൺട്രിയയുടെ എണ്ണം കുറവായിട്ട് കാണാൻ സാധിക്കും. സെൽ ഗ്രോത്ത് അഥവാ കോശത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ കോശ വിഭജനം, ഇവയിലെല്ലാം നമുക്ക് മൈറ്റോകോൺട്രിയയുടെ റോള് കാണാൻ സാധിക്കും. അതുപോലെ ലിവറിലുണ്ടാകുന്ന അമോണിയയെ ഡീറ്റോക്സിഫൈ ചെയ്യാനായിട്ട് മൈറ്റോകോൺട്രിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി കോശങ്ങളുടെ സമയാസമയത്തുള്ള ഇല്ലായ്മ ചെയ്യൽ, അതിനും നമുക്ക് മൈറ്റോകോൺട്രിയയുടെ വളരെ പ്രധാനപ്പെട്ട റോള് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സ്വന്തമായി ജനറ്റിക് മെറ്റീരിയൽ ഉള്ള ഒരേ ഒരു സെൽ ഓർഗനലാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. എല്ലാ ജീവികൾക്കും അവരുടെ ജനിതക സ്വഭാവത്തെ കാണിക്കുന്ന ജനിതക പദാർത്ഥം കാണും. DNA, RNA പോലെയുള്ള വസ്തുക്കളെല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും ഉണ്ടാവും. അപ്പോൾ ഒരു യൂകാരിയോട്ടിക് സെല്ല് എടുക്കുമ്പോൾ അതിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ ആ ജീവിയുടെ ജനിതക പദാർത്ഥവും കാണും. അതിൻ്റെ മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയയ്ക്ക് സ്വന്തമായി മറ്റൊരു ജനിതക പദാർത്ഥവും ഉണ്ടായിരിക്കും. ഈ DNA നമ്മൾ മൈറ്റോകോൺട്രിയൽ DNA അല്ലെങ്കിൽ mtDNA എന്ന് പറയാറുണ്ട്. ഈ പറഞ്ഞ DNA ഉപയോഗിച്ചിട്ടാണ് എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ചില എൻസൈമുകളെ മൈറ്റോകോൺട്രിയയ്ക്കുള്ളിൽ വെച്ച് തന്നെ ഇതുണ്ടാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് വളരെയധികം വിചിത്രമാണെന്ന് തോന്നും. കാരണം ഒരു ജീവകോശം, ആ ജീവകോശത്തിനകത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനായിട്ടുള്ള ജനിതക പദാർത്ഥമുണ്ട്. അതേസമയം ഈ കോശത്തിനുള്ളിൽ തന്നെ മറ്റൊരു ജനിതക പദാർത്ഥം വെച്ചുകൊണ്ട് പുതിയൊരു വസ്തു നിലനിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളത് വളരെയധികം വിചിത്രമായിട്ട് നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു തോന്നലിൽ നിന്നുമാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന വസ്തുവിൻ്റെ ഉത്ഭവം എത്തരത്തിലായിരിക്കും എന്ന ചോദ്യത്തിന് പുറകെ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഇനി പറയാൻ പോകുന്നത്. മൈറ്റോകോൺട്രിയയുടെ ഉത്ഭവം എങ്ങനെയാണ്, മൈറ്റോകോൺട്രിയ എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നതിന് മുമ്പ് ജീവിവർഗ്ഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു സഹകരണത്തിനെ പറ്റി നമുക്ക് ആദ്യം പറയാം. പരസ്പരം ഇരയും വേട്ടക്കാരുമായിട്ടാണ് എല്ലാ ജീവികളും ജീവിച്ചു പോകുന്നത്. അതിനിടയിൽ ചില ജീവികൾ പരസ്പരം സഹായിച്ചുകൊണ്ട് ഒരേപോലെ ജീവിച്ചു പോകാറുണ്ട്. ഉദാഹരണത്തിന് തേനീച്ചയും പൂവുള്ള ഒരു ചെടിയും. ഈ പൂവുള്ള ചെടിക്ക് തൻ്റെ തലമുറ ഉണ്ടാക്കാനായിട്ട് തേനീച്ചയുടെ സഹായം ആവശ്യമാണ്. അതേസമയം തേനീച്ചയ്ക്ക് ഭക്ഷിക്കാൻ തേൻ നൽകുന്നതും പൂ തന്നെയാണ്. അപ്പോൾ രണ്ട് കൂട്ടർക്കും ഇവിടെ ബെനിഫിറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള അസോസിയേഷനുകളെ നമുക്ക് സിംബയോട്ടിക് അസോസിയേഷനുകളെന്ന് പറയാൻ പറ്റും. ഇത്തരം നിലനിൽപ്പുകളുടെ പ്രത്യേകത രണ്ട് ജീവികളുടെയും ജീവിതത്തിന് ഗുണകരമായ രീതിയിലായിരിക്കും അവരുടെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. നമുക്കൊരു 145 കോടി വർഷങ്ങൾക്ക് മുന്നിലേക്ക് പോകും. അന്ന് ഇന്നുള്ള അത്ര വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല. അന്നുണ്ടായിരുന്നെല്ലാം പ്രോകാരിയോട്ടിക് സെല്ലുകളാണ്. അതായത് ഒരു ആവരണവും അതിനുള്ളിൽ ഒരു ജനറ്റിക് മെറ്റീരിയലും മാത്രമുള്ള വളരെ സിമ്പിളായിട്ടുള്ള കോശങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലുള്ള ഒരു വൈവിധ്യം എന്ന് പറയുന്നത് ഓക്സിജൻ ശ്വസിക്കാൻ കഴിയുന്ന സെല്ലുകളും ഓക്സിജൻ ശ്വസിക്കാൻ കഴിയാത്ത ചില കോശങ്ങളും ഉണ്ടായിരിക്കും. ഓക്സിജൻ ശ്വസിക്കാൻ കഴിയുന്നവയെ എയറോബിക് എന്നും ശ്വസിക്കാൻ കഴിയാത്തവയെ അനൈറോബിക് എന്നും വിളിക്കാറുണ്ട്.
ഇന്ന് കാണുന്ന ബാക്ടീരിയയ്ക്ക് സമാനമായിട്ടുള്ള ചില കോശങ്ങൾ തന്നെയാണ് അന്നുണ്ടായിരുന്നത്. ഒരു എയറോബിക് ബാക്ടീരിയ അല്ലെങ്കിൽ ഓക്സിജൻ ശ്വസിക്കാൻ കഴിയുന്ന ബാക്ടീരിയ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ വഴിക്കാണ് അനേറോബിക് ആയിട്ടുള്ള ഒരു വലിയ ബാക്ടീരിയ വന്ന് ഈ ചെറിയ ബാക്ടീരിയയെ ഉള്ളിലേക്ക് വിഴുങ്ങുന്നത്. സാധാരണ ഇതിൽ ഉള്ളിലേക്ക് എടുക്കുന്ന ഭക്ഷണം ദഹിച്ചു പോകാറാണ് പതിവ്. ഈ ഉള്ളിലേക്ക് കയറിയ കോശം ദഹിച്ചു പോകാതെ ഈ ശരീരത്തിനുള്ളിൽ തന്നെ, വലിയ കോശത്തിനുള്ളിൽ തന്നെ താമസിക്കുന്നു. പിന്നീട് അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കൂടിയ സമയത്ത് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ എയറോബിക് ആയിട്ടുള്ള ബാക്ടീരിയ തൻ്റെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് ഈ ജീവിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടാവണം. അങ്ങനെ ഇതൊരു വളരെ ഗുണകരമായ അസോസിയേഷനായിട്ട് മാറുകയും മൾട്ടിപ്ലൈ ചെയ്തുണ്ടാകുന്ന പുതിയ കോപ്പികളിലെല്ലാം ഈ ഉള്ളിലുള്ള ബാക്ടീരിയ കൂടി മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് പുതിയ ജീവികൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഒരു പ്രോകാരിയോട്ടിക് ബാക്ടീരിയയാണ് മൈറ്റോകോൺട്രിയയായിട്ട് രൂപാന്തരം പ്രാപിച്ചതെന്നുള്ള തിയറിക്ക് ചില പ്രധാനപ്പെട്ട തെളിവുകളുമുണ്ട്. നമ്മൾ പറഞ്ഞു, ആദ്യകാലത്തുള്ള പ്രോകാരിയോട്ടിക് സെല്ലുകളുടെ ഇന്നത്തെ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പതിപ്പെന്ന് പറയുന്നത് ബാക്ടീരിയകളാണ്. അപ്പോൾ ചില ബാക്ടീരിയകളിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ പ്രോട്ടിയോ ബാക്ടീരിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയത്തിൽ നമുക്ക് അവയുടെ ഷേപ്പ് ഒബ്സർവ് ചെയ്തപ്പോൾ നമുക്ക് മൈറ്റോകോൺട്രിയയുടെ ഷേപ്പ് പോലെ തന്നെ അതിന് ഉള്ളിൽ ഒരു മടക്കുകളോട് കൂടിയുള്ള സ്ട്രക്ചറുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല മൈറ്റോകോൺട്രിയ സെല്ലിനുള്ളിൽ തന്നെ വിഭജിക്കാറുണ്ട്. അതായത് നിരവധി കോപ്പികൾ, കോശത്തിൻ്റെ ഊർജ്ജ ആവശ്യത്തിനനുസരിച്ച് നിരവധി കോപ്പികൾ സ്വയം ഉണ്ടായിട്ട് കോശത്തിനുള്ളിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്. മൈറ്റോകോൺട്രിയ രണ്ടാകുന്നത് ബൈനറി ഫിഷൻ എന്ന് പറയുന്ന വളരെ ബേസിക് ആയിട്ടുള്ളൊരു റീപ്രൊഡക്റ്റീവ് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ്. ഇതേ മെക്കാനിസം തന്നെയാണ് നമുക്ക് സാധാരണ ബാക്ടീരിയാസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ മൈറ്റോകോൺട്രിയൽ DNA-യിൽ നിന്നുള്ള ചില ജീനുകളെ പഠിക്കുമ്പോൾ നമുക്ക് ഇതേ ജീൻ സീക്വൻസുകളെ ആൽഫ പ്രോട്ടിയോ ബാക്ടീരിയം എന്ന് പറയുന്ന പ്രോകാരിയോട്ടിക് സെല്ലിൽ കാണാൻ സാധിക്കും. മാത്രമല്ല മൈറ്റോകോൺട്രിയയുടെ ഉള്ളിൽ തന്നെ ഈ പറഞ്ഞ പോലെ പ്രോട്ടീനുകൾ സിന്തസൈസ് ചെയ്യാനായിട്ടുള്ള ട്രാൻസ്ഫർ RNA-കളും റൈബോസോമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും നമുക്കൊരു പ്രോകാരിയോട്ടിക് സെല്ലിൽ കാണപ്പെടുന്ന സിമ്പിൾ മെക്കാനിസമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് എപ്പോഴോ ഒരു പ്രോകാരിയോട്ടിക് സെല്ലിനെ, ഒരു കുഞ്ഞ് സെല്ലിനെ മറ്റൊരു വലിയ കോശം വിഴുങ്ങിയത് കാരണം ഈ കോശത്തിനുള്ളിൽ പെട്ടുപോയ ഒരു ജീവിയായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കും. ഇനി നമുക്ക് മൈറ്റോകോൺട്രിയയെ സംബന്ധിക്കുന്ന ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകൾ നോക്കാം. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മൈറ്റോകോൺട്രിയകളും നമ്മുടെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ മൈറ്റോകോൺട്രിയകളാണ്. ഒരിക്കലും അച്ഛൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് മൈറ്റോകോൺട്രിയകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അമ്മയുടെ എഗ്ഗും അച്ഛൻ്റെ സ്പേമും ചേർന്നിട്ടാണ് നമുക്ക് പുതിയൊരു കുഞ്ഞുണ്ടാകാനായിട്ടുള്ള ഏറ്റവും സിമ്പിളായ ഏകകോശം നമുക്ക് കിട്ടുന്നത്. അച്ഛനിൽ നിന്ന് കിട്ടുന്ന സ്പേം സെല്ലിൽ നമുക്ക് മൈറ്റോകോൺട്രിയ കാണാൻ സാധിക്കില്ല. അതേസമയം അമ്മയുടെ എഗ്ഗിൽ നമുക്ക് മൈറ്റോകോൺട്രിയ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ചേർന്നുണ്ടാകുന്ന ഒരു കുട്ടിയുടെ കോശത്തിൽ നമുക്ക് അമ്മയുടെ മൈറ്റോകോൺട്രിയകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മൈറ്റോകോൺട്രിയൽ DNA ആണ് എല്ലാ കോശങ്ങളിലും ഉള്ളത്. നമുക്ക് എപ്പോഴും അമ്മയുടെ പാരമ്പര്യം അറിയാനായിട്ട് മൈറ്റോകോൺട്രിയൽ DNA ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിന് നമ്മൾ മെറ്റേണൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. അപ്പോൾ ഇന്ന് കാണുന്ന എല്ലാ മനുഷ്യരുടെയും മൈറ്റോകോൺട്രിയൽ DNA നമുക്ക് പഠിച്ചുകൊണ്ട് നമുക്ക് പുറകിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും പൂർവികരായിട്ടുള്ള ഒരു മാതാവിനെ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഒരു പൊതുവായ മാതാവ് എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീയെ നമുക്ക് ഏകദേശം 1,50,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നു. അതിന് നമ്മൾ മൈറ്റോകോൺട്രിയൽ ഈവ് എന്നാണ് വിളിക്കപ്പെടുന്നത്. മൈറ്റോകോൺട്രിയയുടെ സൈസും ഷേപ്പും എണ്ണവും എല്ലാം ഒരു കോശത്തിന് എത്രത്തോളം ഊർജ്ജം ആവശ്യമാണോ ആ ഊർജ്ജ ഉപയോഗത്തിനനുസരിച്ചാണ് വ്യത്യാസപ്പെടുന്നത്. കൂടുതൽ ഊർജ്ജം വേണ്ടുന്ന സെല്ലുകളിൽ കൂടുതൽ വലിപ്പത്തിലും എണ്ണത്തിലും കൂടുതലായിട്ടുള്ള മൈറ്റോകോൺട്രിയകളെ കാണാൻ സാധിക്കും. രക്തത്തിലുള്ള ചുവന്ന രക്തകോശങ്ങളിൽ നമുക്കൊരിക്കലും മൈറ്റോകോൺട്രിയയോ ന്യൂക്ലിയസോ കാണാൻ സാധിക്കില്ല. കാരണം ഇവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഹീമോഗ്ലോബിൻ വഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി രൂപപ്പെടുത്തിയിരിക്കുന്ന സെല്ലായതുകൊണ്ട് തന്നെ ഇവയ്ക്കുള്ളിൽ ന്യൂക്ലിയസിൻ്റെയോ മൈറ്റോകോൺട്രിയയുടെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ജീവലോകം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ രസകരമായിട്ടുള്ള ശാസ്ത്ര വിഷയങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.